നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. PM ശ്രീ ആരാണ് ഒപ്പുവെച്ചത്, ഞങ്ങൾ ഒപ്പുവെച്ചെങ്കിലും നിങ്ങളെന്തിന് നടപ്പാക്കുന്നു, അങ്ങനെയുള്ള വാദപ്രതിവാദങ്ങൾ രൂക്ഷമായി തന്നെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, നിയമസഭയ്ക്ക് അകത്തും പുറത്തും. ഈ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് PM ശ്രീ വിവാദമാകുന്നു എന്നുള്ളത് പലതവണ തത്വമയി ന്യൂസ് പരിശോധിച്ച് കഴിഞ്ഞതാണ്. ഇതിലൊരു പ്രധാന ഘടകം സിലബസാണ്. കേന്ദ്രം കാവ്യവൽക്കരിച്ച സിലബസ് കേരളത്തിന് മേൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ആണ് ഇരു കക്ഷികളും ഉയർത്തുന്നത്. LDF ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF ആകട്ടെ, ഇവരുയർത്തുന്നൊരു പ്രധാന പ്രശ്നം അതാണ്, കാവ്യവൽക്കരിക്കപ്പെട്ട സിലബസ് എന്നുള്ളത്. SFI ഒക്കെ അത് തെരുവിൽ കടന്ന് മുറവിളി കൂട്ടുന്നത് നിങ്ങൾ കണ്ടു കാണും. പക്ഷേ ഈ പശ്ചാത്തലത്തിൽ ഈ സിലബസിൻ്റെ ഒരു രസം ഒരുപാട് വിശദമായിട്ട് രണ്ട് സിലബസുകളെയും, സ്റ്റേറ്റ് സിലബസുകളെയും CBSE സിലബസുകളെയും പരിശോധിക്കുകയല്ല നമ്മുടെ ഉദ്ദേശം. ഒരു മേലോട്ടമായിട്ടുള്ളൊരു പഠനം ഒന്ന് നടത്തുമ്പോൾ സാമാന്യമായി ഒരു സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ഇരു സിലബസുകളെയും നിരീക്ഷിക്കുന്ന ആർക്കും ഒരു കാര്യം വ്യക്തമായി മനസ്സിലാകും. രണ്ട് സിലബസുകളും തമ്മിലുള്ള ഒരു നിലവാരത്തിലെ വ്യത്യാസം. സരളമായി പറഞ്ഞാൽ CBSE സിലബസിൽ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി എക്കണോമിക്സ്, ബിസിനസ് മാനേജ്മെൻറ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, IT മേഖലയിലുള്ള പ്രാവീണ്യം ഇവയെല്ലാം ഏറെക്കുറെ സ്വന്തമാക്കിയിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടിസ്ഥാന വിജ്ഞാനം സ്വന്തമാക്കിയാണ് പഠനം പൂർത്തിയാക്കി 12ാം ക്ലാസ് കഴിയുമ്പോൾ പുറത്തിറങ്ങുന്നത്. ഒരു നൈപുണ്യ വികസനം എന്നുള്ള ഒരു ടെക്നിക്കൽ സ്കിൽസ് ഉണ്ടല്ലോ, നൈപുണ്യ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കിൽസ് ഡെവലപ്മെൻ്റ് ഉണ്ടല്ലോ. സ്കിൽസ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ഈ നൈപുണ്യ വികസനം എന്നുള്ള പ്രത്യേക ശാഖ തന്നെയുണ്ട്. അത് പ്രത്യേക ശാഖയിൽ ചേരാതെ തന്നെയുള്ള സ്വാഭാവികമായൊരു നൈപുണ്യ വികസനം CBSE സിലബസിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ പഠനത്തിൽ നടക്കുന്നുണ്ട്. സ്റ്റേറ്റ് സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് സിലബസിൻ്റെ വിശദമായൊരു പഠനം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് സിലബസിൻ്റെ നിലവാരം മനസ്സിലാക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് നമുക്ക് പോകാം. ശശികല ടീച്ചറിൻ്റേതാണ്. ആ പോസ്റ്റ് മുഴുവനായി തന്നെ പ്രേക്ഷകരെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പക്ഷേ അതിനു മുൻപ് പറഞ്ഞു കഴിഞ്ഞാൽ CBSEയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവിടെ പഠിപ്പിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി, IT, വിവരസാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള പഠനങ്ങളാകട്ടെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ആകട്ടെ സംബന്ധിച്ചുള്ള പഠനങ്ങളാകട്ടെ, മറ്റേതെങ്കിലും എക്കണോമിക്സും കൊമേഴ്സും എന്താണെന്ന് സ്റ്റേറ്റ് സിലബസിലുള്ള പഠിച്ചിറങ്ങുന്ന 12ാം ക്ലാസ്സുകാർ കഴിഞ്ഞിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് അറിയണമെന്ന് കൂടിയില്ല. പക്ഷേ CBSE സിലബസിൽ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് അടുത്ത തൻ്റെ ഒരു കരിയർ, അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കണം തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൻ്റെ ജീവനോപാധി, അല്ലെങ്കിൽ തനിക്ക് താല്പര്യമുള്ളൊരു വിഷയത്തിൽ തുടർ പഠനം നടത്തി തൻ്റെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം, അതുവഴി രാജ്യത്തിനെങ്ങനെ ഒരു ഉപയോഗമുള്ള പൗരനായി മാറാം, പ്രയോജനപ്പെടുന്ന രീതിയിൽ തൻ്റെ ജീവിതം രാജ്യത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ, അതിലൂടെ തനിക്കും തൻ്റെ കുടുംബത്തിനുമൊക്കെ പ്രയോജനമുള്ള രീതിയിലേക്ക് തൻ്റെ ജീവിതം എങ്ങനെ വളർത്തിയെടുക്കാമെന്നുള്ള ഏകദേശ ഒരു ധാരണ CBSE സിലബസിൽ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്കുണ്ടാകും. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നല്ല, പക്ഷേ ആ സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് അത്തരത്തിലൊരു രീതിയിലാണ്. സ്റ്റേറ്റ് സിലബസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പരമദയനീയമാണ് കാര്യങ്ങൾ. എക്കണോമിക്സും കൊമേഴ്സും എന്താണെന്നറിയില്ല. അതിൽ പഠിപ്പിക്കുന്ന നിർമ്മിത ബുദ്ധിയെ സംബന്ധിച്ചുള്ള പാഠ്യഭാഗങ്ങളാകട്ടെ, വിവരസാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള പാഠ്യഭാഗങ്ങളാകട്ടെ, ഇവ രണ്ടും ഏതാണ്ട് ചരിത്ര പഠനം പോലെ തോന്നിക്കുന്ന ഒരു പാഠ്യഭാഗങ്ങളാണ്. മേലോട്ടമായുള്ള കാര്യമാണ് പറയുന്നത്. വിശദമായി വിദ്യാഭ്യാസ വിചക്ഷണന്മാർ കാര്യങ്ങൾ വിശദീകരിക്കുക. ആരെങ്കിലും പ്രേക്ഷകരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ കമൻറ്റുകളിൽ അവരുടെ അഭിപ്രായങ്ങളും വിയോജിപ്പുകളും രേഖപ്പെടുത്തുക. അങ്ങനെ ഈ ഒരു സംവാദം മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം. കാരണം മേലോട്ടമായുള്ളൊരു പഠനത്തിൽ ഒതുങ്ങുന്നതല്ല ഈ സിലബസുകളുടെ തർക്കം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, CBSE സിലബസിൻ്റെ നിലവാരം സ്റ്റേറ്റ് സിലബസിൻ്റെ നിലവാരത്തിനേക്കാൾ വളരെ മേലെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ പേരക്കുട്ടി ഉൾപ്പെടെ മന്ത്രിമാരുടെ എല്ലാം, അല്ലെങ്കിൽ നിയമസഭാ സാമാജികന്മാരുടെ എല്ലാം മക്കളോ പേരക്കുട്ടികളോ കൊച്ചുമക്കളോ എല്ലാം CBSE സിലബസ് തേടി പായുന്നത്. അതുറപ്പാണ്. മിക്കവരുടെയും ഒരു 90%, 99% നിയമസഭാ സാമാജികന്മാരുടെയും മന്ത്രിമാരുടെയും എല്ലാം വീട്ടിലുള്ള കുട്ടികൾ CBSE സിലബസിൽ തന്നെയായിരിക്കും പഠിക്കുന്നത്. CBSE സിലബസ് രാജ്യമൊട്ടാകെ PM ശ്രീ അനുസരിച്ചാണ് നടപ്പാക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ കാവ്യവൽക്കരിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നിവർ നോക്കാറില്ല. ഇനി ശശികല ടീച്ചറിൻ്റെ പോസ്റ്റിലേക്കൊന്ന് പോകാം. ടീച്ചറിൻ്റെ പോസ്റ്റ് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു രസകരമായ പോസ്റ്റ് അതിനുള്ളിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഫ്ലാഷ് ബാക്കിനുള്ളിൽ ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നില്ല. ഞാൻ എന്തായാലും നേരെ പോസ്റ്റിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു മന്ത്രിയുമായി കൂട്ടിമുട്ടി എന്ന് പറയാം.
ലോഹ്യം ചോദിക്കുന്ന കൂട്ടത്തിൽ കുട്ടികളെപ്പറ്റി ചോദിച്ചു. പഠിക്കുന്നത് എവിടെയാണെന്ന് അന്വേഷിച്ചു. എറണാകുളം കടവന്തര കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു. ഇപ്പോൾ താമസം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ മന്ത്രിയായതിനെ തുടർന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് താമസം മാറുന്നത് സ്വാഭാവികമാണല്ലോ. തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗറിലാണെന്ന് മറുപടി കിട്ടി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടികൾ തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സ്കൂളിലാണ് പഠിക്കുന്നത്. പിണറായിയുടെ പേരക്കുട്ടിയുടെ സ്കൂൾ നമ്മൾ മുമ്പ് തന്നെ മനസ്സിലാക്കി. PM ശ്രീക്കെതിരെ കുരിശ് യുദ്ധം പ്രഖ്യാപിച്ചവരാണ് ഇവരൊക്കെ. PM ശ്രീയുടെ മറ്റെന്തുമാകാം, സിലബസ് അംഗീകരിക്കുന്ന പ്രശ്നമില്ലത്രേ. എന്നാൽ ഇവരുടെ മക്കളും പഠിക്കുന്നത് കേന്ദ്ര സിലബസിലും. എന്തായിരിക്കാം ഇവരെല്ലാം CBSE സിലബസ് തേടി ഓടുന്നത്? കേരള സിലബസിലെ, സ്റ്റേറ്റ് സിലബസിലെ 6ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ ഒരു പാഠത്തെക്കുറിച്ചൊരു സഹോദരൻ പങ്കുവച്ച കുറിപ്പൊന്ന് വായിക്കാം. അവർ രക്ഷപ്പെട്ടോടിയതിൻ്റെ കാരണം മനസ്സിലാകും. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഫ്ലാഷ് ബാക്കിനുള്ളിലൊരു ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്ന പോലെ ടീച്ചറുടെ പോസ്റ്റിൽ ആ കുറിപ്പ് ടീച്ചർ പങ്കുവയ്ക്കുന്നുണ്ട്. കുറിപ്പിങ്ങനെയാണ്: 6ാം ക്ലാസ്സിലെ ചട്ടിപ്പത്തിരി ആർക്ക് വേണ്ടി? മലയാള ഭാഷ മക്കളെ പഠിപ്പിക്കേണ്ടത് ഇങ്ങനെയാണോ? നൂറുകണക്കിന് സാഹിത്യകൃതികളും സാരോപദേശ കഥകളും സഞ്ചാരകൃതികളും കവിതകളും മലയാള ഭാഷയിലുണ്ട്. എന്നിരിക്കെ 6ാം ക്ലാസ്സിലെ മലയാള പാഠത്തിലേക്ക് എത്തി നോക്കാം. ശുദ്ധമായ മലയാളം കുട്ടികളെ പഠിപ്പിക്കുവാനാണോ, അതോ ചിലർ പ്രാദേശിക തലങ്ങളിൽ ഉപയോഗിക്കുന്ന വികലമായ ഭാഷാപ്രയോഗങ്ങൾ പഠിപ്പിക്കാനാണോ മലയാള പാഠപുസ്തകങ്ങൾ ഉപയോഗിക്കേണ്ടത്? 6ാം ക്ലാസ്സിലെ ഒരു മലയാള പാഠഭാഗം, അതിൻ്റെ പേര് ചട്ടിപ്പത്തിരി എന്നാണ്. ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നാണ് പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്. ഇതിന് പൊട്ടത്തരമെന്നല്ലാതെ എന്താണ് പറയേണ്ടത്? ഇനി നമുക്കതിൻ്റെ ചില വരികളിലേക്ക് കണ്ണോടിക്കാം. അത്യുമാൻ പിയാപ്ല വൈകുന്നേരം തന്നെ സാമാനങ്ങളൊക്കെ വരുത്തിച്ചു എന്നാണ്. പക്കീർ ചിത്താത്ത പയ്യമ്പാല് കൊണ്ടാന്നോ എന്നാണ്. ഇത് വായിക്കാൻ കുറച്ചൊരു തടസ്സമുണ്ടാകും. കാരണം ഒരു വല്ലാത്ത ഭാഷയാണ്. അത് എഴുതിയിരിക്കുന്നത് അതിലും വല്ലാത്ത രീതിയിലാണ്. ബിച്ചായി ഷെയ്ത്ത അത്ത ചോദിച്ചു, മൂപ്പത്തി എപ്പ കൊണ്ടുവന്ന് നിൽക്ക്, ഞാൻ ഉറിയുമേ മൂടി വെച്ചേക്കണ്. നല്ല മരന്തിയ എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ചാലാ? ഇത് ഭാഷാപ്രയോഗം തെറ്റാണെങ്കിൽ ആ പ്രാദേശിക ഭാഷ ഉപയോഗിക്കുന്ന ആളുകൾ എന്നെ കൊല്ലരുത്. അടിസ്ഥാനപരമായിട്ട് നാക്കിന് വഴങ്ങാത്ത ഈ ഒരു ഭാഷ മലയാള പാഠപുസ്തകത്തിൽ ചേർത്ത അയാളെ നിങ്ങൾ എനിക്ക് നൽകാനുള്ള പുരസ്കാരങ്ങൾ അയാൾക്ക് നൽകി സ്വീകരിച്ചുകൊള്ളുക. ഒരു കണ്ടം ബദമെടുത്തില്ലേ, ഇനി അപ്പുറം പോയി കളിച്ചോളി. ഇല്ലുമ്മ ഇപ്പം പരത്തിത്തരാ. മാവ് പരത്തി തോലാക്കിയവരും പരത്തി തോല് ഓട്ടിലിട്ട് വാട്ടിയോളും എണീറ്റ് ചോദിച്ചു, 20 തോല് തികച്ചും ഇല്ലേ? ബിച്ചായി ഷെയ്ത്താത്ത പാലിൽ പദം വരാനിട്ട 2 തോലുകൾ ഒന്നിനു മുകളിലോ മറ്റൊന്നായി നെയ്യുള്ള ചെമ്പിലിട്ടു. പണ്ട ഇങ്ങോട്ടെടുക്ക്. അതിനു മീതെ പിന്നെ ഒറ്റത്തോലാണ് എടുത്തു വെച്ചത്. അതിനു മീതെ പണ്ടമിട്ടു. മുട്ട കലക്കിയതും പാർന്നു. പടച്ചോനെ, ഇത് നന്നാകണേ, ആളുകളെ കൊണ്ട് പറയിക്കരുതേ. ഇതൊരു പക്ഷേ ഏതെങ്കിലും സമുദായക്കാരോ മതക്കാരോ ഏതെങ്കിലും പ്രദേശത്തിലുള്ളവരുടെയോ വികലമായ സംസാര ഭാഷയായിരിക്കും. ശുദ്ധമായ മലയാളം അതിൻ്റേതായ തനിമയോടെ പഠിച്ച് വളരേണ്ടവരായ കുട്ടികൾ ഇതെല്ലാം അതേപടി അക്ഷരത്തെറ്റില്ലാതെ ഉച്ചരിച്ച് പഠിക്കണമെന്ന് ഗതികേട് സൃഷ്ടിക്കുന്നതിൽ അധ്യാപക സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവർക്കും പങ്കില്ലേ എന്നാണ് ചോദിക്കേണ്ടത്. മലയാള ഭാഷ കഴിയാവുന്നത്ര ശുദ്ധതയോടെ പഠിപ്പിക്കേണ്ടതായ പാഠപുസ്തകങ്ങളിൽ ഇത്തരം പദപ്രയോഗങ്ങളുള്ള പാഠഭാഗങ്ങൾ ചേർത്തെങ്കിൽ മാത്രമേ പാഠ്യപദ്ധതി മതേതരമാകൂ എന്ന് ചിന്തിക്കുന്നവരുടെ നയങ്ങൾ നിമിത്തം കഷ്ടപ്പെടുന്നത് മലയാള ഭാഷയാണ്. കുറിപ്പ് തുടരുകയാണ്. ഇതൊരു സാഹിത്യരൂപമല്ലേ, പഠിപ്പിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഇത് മലയാളം BAക്കോ MAക്കോ പഠിപ്പിച്ചുള്ളൂ. ആ പുസ്തകത്തിലുള്ള മറ്റു പാഠങ്ങളുടെ പേര്: കോയയുടെ ചെറിയ വസ്തുക്കൾ, കൊയക്കട്ട, കായല്ലമ്മു, നെവേഞ്ചിമ്മു, തന്തിന്തച്ചവി എന്നിങ്ങനെയാണ്. ഇതൊക്കെ തെറിയാണോ, ഏതെങ്കിലും അസഭ്യ ഭാഷകളാണോ എന്നുള്ള സംശയം നമുക്ക് തോന്നിയാൽ അതിന് അത്ഭുതം ഒന്നും കൂറിയിട്ട് കാര്യമില്ല. ഇതല്ല മലയാളം എന്നുള്ളത് ഉറപ്പിച്ചോളൂ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മലയാള പാഠപുസ്തകത്തിലെ ഓരോ പാഠങ്ങളും അർത്ഥസമ്പുഷ്ടവും അതിമനോഹരവുമായിരുന്നു. ഭാഷ സംസ്കാരത്തിൻ്റെ ശബ്ദരൂപമാണ്. ഭാഷ മരിക്കുമ്പോൾ സംസ്കാരമാണ് മരിക്കുന്നത് എന്ന് മറക്കരുത്. വെങ്കടേഷ് പനമരം, അദ്ദേഹമാണ് ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. ആ കുറിപ്പാണ് ശശികല ടീച്ചർ പങ്കുവെച്ച് കൊണ്ട്
ശശികല ടീച്ചറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. പ്രേക്ഷകരോട് എനിക്ക് ചോദിക്കുവാനുള്ള കാര്യം, ഇപ്പോൾ ഞാൻ വായിച്ച വികലമായ ഭാഷ, അതിന് അർത്ഥം കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ആ പ്രാദേശിക തലത്തിൽ വികലമായി അതിനെ സംസാരിക്കപ്പെടുമ്പോൾ, ആ ഭാഷ സംസാരിക്കപ്പെടുമ്പോൾ ഞാൻ വായിച്ചപ്പോൾ തന്നെ എൻ്റെ നാക്ക് പലതവണ ഉളുക്കി. പ്രേക്ഷകർക്ക് എന്ത് തോന്നുന്നു? അവസാനമായി ഇദ്ദേഹം പറയുന്നത്, ഈ വെങ്കടേഷ് പനമരം പറയുന്നത് പോലെ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മലയാള പാഠപുസ്തകത്തിലെ ഓരോ പാഠങ്ങളും അർത്ഥസമ്പുഷ്ടവും അതിമനോഹരവുമായിരുന്നു. ആലോചിച്ച് നോക്കൂ, റാഗിപ്പറക്കുന്ന ചെമ്പരുന്തേ നീയുണ്ടോ മാമാങ്ക വേല കണ്ടു എന്നുള്ള പദ്യഭാഗം, അല്ലെങ്കിൽ മതപരമായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെ അന്നത്തേക്ക് എടുത്തുള്ളൂ. വത്സസൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. ഇത്തരത്തിൽ തുടങ്ങുന്ന പദ്യത്തിൻ്റെ ഓരോ അർത്ഥവും, ഓരോ വാക്കിൻ്റെ അർത്ഥവും പഠിപ്പിച്ചു വരുമ്പോൾ ആ പഠിക്കുന്ന കുട്ടിയുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നത് ഭാഷയാണ്, ശുദ്ധമായ മലയാള ഭാഷയാണ്. ഇനി വത്സസൗമിത്രേ കുമാര നീ കേൾക്കണം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിൻ്റെ തന്നെ പാരഡി അതേ അർത്ഥത്തിൽ തന്നെ എഴുതൂ. വത്സ ആമിനാത്മജ കുമാര നീ കേൾക്കണം, അല്ലെങ്കിൽ ഉസ്താദ് നീ കേൾക്കണം എന്നെഴുതിക്കുള്ളൂ. അതിനും വിരോധമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പാരഡിയാണെന്ന് പറഞ്ഞ് കൃത്യമായ ഭാഷ ഉപയോഗിക്കണം. അല്ലാതെ പാഞ്ഞോളി, കീഞ്ഞോളി, അടുത്തത് താ വെച്ച് ഉപയോഗിച്ച പദം കുട്ടികൾ തിരിച്ച് വിളിക്കുന്നൊരു കാലഘട്ടത്തിലേക്കാണ് ഈ പാഠ്യപദ്ധതി കൊണ്ടുപോകുന്നതെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. പൊതുവായി ഇത്തരത്തിലുള്ള പാഠ്യപദ്ധതികൾ കാണുന്ന പഴയ കാലത്തെ പാഠ്യപദ്ധതികളിൽ പഠിച്ച ആളുകളുടെയും സ്റ്റേറ്റ് സിലബസ് തന്നെ ആയിക്കോട്ടെ, സ്റ്റേറ്റ് സിലബസിൻ്റെ നിലവാരമെന്നുള്ളത് പണ്ടൊക്കെ അത് എത്രത്തോളം മെച്ചമായിരുന്നു എന്നുള്ളതിൻ്റെ അനുഭവസ്ഥരാണ് ഞാനും നിങ്ങളുമെല്ലാം. ഞാൻ ഈ CBSEയിലോ മറ്റ് വലിയ പാഠ്യപദ്ധതികളിലോ സിലബസിലോ ഒന്നുമല്ല പഠിച്ചിറങ്ങിയത്, സ്റ്റേറ്റ് സിലബസിൽ തന്നെയായിരുന്നു. പക്ഷേ അന്ന് സ്റ്റേറ്റ് സിലബസിന് ഒരു ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു നിലവാരമുണ്ടായിരുന്നു. ആ നിലവാരം ഇന്നില്ല. ഇന്ന് പാഞ്ഞോളി, കീഞ്ഞോളി, തേഞ്ഞോളി ഒക്കെയാണ് പാഠ്യഭാഗങ്ങൾ കുട്ടികൾ പഠിക്കുന്ന വാക്കുകൾ. ഭാഷ മരിക്കുമ്പോൾ സംസ്കാരമാണ് മരിക്കുന്നത്, സത്യമാണ്. ആ സംസ്കാരത്തെ കൊല്ലുവാൻ ആരോ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്, എന്തോ ലക്ഷ്യങ്ങൾ വെച്ച്, എന്തോ ഗൂഢലക്ഷ്യങ്ങൾ വെച്ച്. അതുകൊണ്ട് തന്നെയാണ് ഈ PM ശ്രീ അവർ പ്രത്യക്ഷത്തിൽ എതിർക്കുകയും തങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും ഈ PM ശ്രീ നടപ്പാക്കിയിരിക്കുന്ന CBSEയിൽ നിലവാരമുള്ള സിലബസിൽ പഠിപ്പിക്കുവാൻ മുതിരുകയും ചെയ്യുന്നത്. അന്യൻ്റെ മക്കൾ, പൊതുജനം, നമ്മുടെ പാർട്ടി അണികൾ, കഴുതകളുടെ മക്കൾ എങ്ങനെ മുടിഞ്ഞു പോയാൽ നമുക്കെന്താണ്? അവന്മാരെ നമുക്ക് സമരത്തിനും കല്ലറിനും ഉപയോഗിക്കുവാനുള്ളേ. അതിന് ഈ പാഞ്ഞോളി, കീഞ്ഞോളി, തേഞ്ഞോളിയൊക്കെ മതി. അതിനും അപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികളുടെ ഭാവി നാം തന്നെയാണ് നോക്കേണ്ടത്. ഒരു പിണറായി വിജയനും ഒരു VD സതീശനും നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഞങ്ങൾ നന്നാക്കി തരാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രാഷ്ട്രീയത്തിൽ വന്നവരല്ല. അവരുടെ കുട്ടികളുടെ ഭാവി നന്നാക്കുവാൻ വേണ്ടി രാഷ്ട്രീയത്തിൽ വന്നതാണ്. സ്വന്തം ഭാവി, പിന്നീട് അവരുടെ കുട്ടികളുടെ ഭാവി, കൊച്ചുമക്കളുടെ ഭാവി. അതുകൊണ്ട് തന്നെയാണ് അവരുടെ മക്കൾ എല്ലാവരും CBSEയിൽ പഠിച്ച് മിടുക്കന്മാരായി, അല്ലെങ്കിൽ പുറത്തിറങ്ങിയ ഉടനെ അവർക്ക് ജോലി കൊടുക്കാൻ പല ധനാഢ്യന്മാരുടെയും കമ്പനികൾ ഇപ്പോൾ തന്നെ ഒരുക്കമാണ്. അങ്ങനെയുള്ള അവസരങ്ങളും അവർക്കുണ്ട്. നമുക്കും എനിക്കും നിങ്ങൾക്കും ഇതൊന്നുമില്ല. നമ്മുടെ കുട്ടികൾക്കും ഇതൊന്നും ലഭിക്കുവാൻ പോകുന്നില്ല. രാഷ്ട്രീയത്തിലിറങ്ങി ഇവരെ പോലെ ഉള്ള നിലവാരത്തിലേക്ക് നാം എത്തിയില്ലെങ്കിൽ, അത് താഴ്ചയാണോ ഉയർച്ചയാണോ എന്നുള്ളത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട്. പക്ഷേ നമ്മുടെ കുട്ടികൾ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു സുരക്ഷിതമായ ജീവിതം കണ്ടെത്തി, അല്ലെങ്കിൽ ഒരു ജീവിതമാർഗം കണ്ടെത്തി രാജ്യത്തിന് പ്രയോജനപ്രദമായിട്ടുള്ളൊരു പൗരനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇനിയിപ്പോൾ പുറം രാജ്യങ്ങളിൽ പോയി അവിടെ പൗരത്വം നേടിയാലും നമ്മുടെ സംസ്കാരം മറക്കാതെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു മനോഭാവം അവരുടെ മനസ്സിൽ വളർന്നു വരണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് അവർ പഠിക്കുന്ന പാഠ്യപദ്ധതിയിൽ അവരുടെ ഒരു വ്യക്തിത്വ നിർമ്മാണം ഉണ്ടാകണം. അത് വ്യക്തിത്വ നിർമ്മാണം എന്നുള്ളത് ശക്തമായൊരു വ്യക്തിത്വം എപ്പോഴും ശക്തമായൊരു സംസ്കാരത്തിൻ്റെ ഊട്ടിയുറപ്പിക്കലിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നാണ് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നത്. പാഠ്യപദ്ധതിയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പ്രേക്ഷകരോട് പങ്കിട്ടത് കൂടുതൽ വിശദമായ ചർച്ചകൾ, ഗഹനമായ പഠനങ്ങൾ, ആഴത്തിലുള്ള പഠനങ്ങൾ, CBSE സ്റ്റേറ്റ് സിലബസുകൾ തമ്മിലുള്ള താരതമ്യങ്ങൾ, ഇവയെല്ലാം അത്യാവശ്യമാണ്. അതിൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തോടുള്ള, ഇവിടെ അവതരിപ്പിച്ച കാര്യങ്ങളോടുള്ള യോജിപ്പ്, വിയോജിപ്പ്, അല്ലെങ്കിൽ ഇതിന് മറ്റെന്തെങ്കിലും ഒരു മാനമുണ്ടോ, മറ്റെന്തെങ്കിലും ഒരു തലമുണ്ടോ, രാഷ്ട്രീയമല്ല, നമ്മുടെ കുട്ടികളുടെ ഭാവിയെ സംബന്ധിച്ചുള്ള തലങ്ങൾ ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകൾ
വരും ദിവസങ്ങളിൽ തീർച്ചയായും ഉണ്ടാകും. അവയിലും പങ്കാളികളാവാൻ തീർച്ചയായും തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വളരെ നന്ദി. വീണ്ടും കാണാം. ശുഭരാത്രി.